നമസ്കാരം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വളരെ മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ് സംസ്ഥാനത്ത് കോലീബി സഖ്യമുണ്ടെന്ന്. അന്നതിനെ നഖശിഖാന്തം എതിർത്ത കോൺഗ്രസുകാർക്ക് ഇനി എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരത്ത് ശശി തരൂരിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങാത്ത കോൺഗ്രസ് പ്രവർത്തകർ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്നത് മറ്റാരുമല്ല, തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷാണ്. ശശി തരൂരിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്നും BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തമ്പാനൂർ സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇതോടെ കോൺഗ്രസ് BJP ബന്ധം പകൽ പോലെ വെളിച്ചത്തായി. എല്ലാ പ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് സ്വാഗതം. തരൂരിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാതെ കുമ്മനത്തെ ജയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം തീർച്ചയായും പുറത്തു കൊണ്ടുവരുന്നത് കോൺഗ്രസ് BJP ഒത്തുകളിയാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. കോൺഗ്രസിന്റെയും BJPയുടെയും ഈ ഒത്തുകളി തീർച്ചയായും വിഡ്ഢികളാക്കുന്നത് തിരുവനന്തപുരത്തെ വോട്ടർമാരെ തന്നെയാണ്. ഈ വിഷയത്തിൽ തിരുവനന്തപുരത്തുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിനു ശ്രീധർ തയ്യാറാക്കിയ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം തന്നെയും ഈ കോൺഗ്രസ് BJP ബന്ധം ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നും തെരഞ്ഞെടുപ്പുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞൊക്കെ. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ കാണിക്കുന്നത് തന്നെ നേമത്തെ തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ്സിന് കിട്ടാവുന്ന നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളൊന്നും തന്നെ അവിടെ കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. പല സ്ഥലങ്ങളിലും BJPയും കോൺഗ്രസും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇത് ഇപ്പോൾ കാണുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടാണ് എപ്പോഴും ഇത് ചെയ്യാറുള്ളത്. വെളിയിൽ ഇവർ എപ്പോഴും ശത്രുക്കളാണെങ്കിലും ഇവർക്കുള്ളിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട്. ഈ വിഷയത്തിൽ കൊച്ചിയിലെയും കൊല്ലത്തെയും ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം. കൊച്ചിയിൽ നിന്നും വിഷ്ണുപ്രസാദും കൊല്ലത്ത് നിന്ന് രാജ്കുമാറും തയ്യാറാക്കിയ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. തരൂര് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. തന്നെയല്ല, അവിടെ ശശി തരൂരിൻ്റെ ഒരു ഇതിലൊരു ഇതില്ലേ, റിമാർക്കില്ലേ, മറ്റേ ഭാര്യയുടെ ആണെങ്കിലും വേറെ മറ്റേ ഈ വോട്ട് കടലിലെ ആൾക്കാരായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലൊരു അവിടെ ഒരു ഇത് വരും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലും വിജയിക്കാൻ സാധ്യതയില്ലല്ലോ. കുമ്മനം സാറ് വിജയിക്കില്ല. അത് കേരളത്തിൽ BJPക്ക് അങ്ങനെ ഒരു ബെൽറ്റില്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ബെൽറ്റും LDFൻ്റെ ബെൽറ്റുമാണുള്ളത്. അങ്ങനെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് വാളണ്ടിയർമാരങ്ങനെ പ്രവർത്തിക്കുന്നു. അതല്ലാണ്ട് ഈ വലിയൊരു തരംഗമായിട്ട് വോട്ടുകളൊന്നും വീഴുന്നതല്ല. ആക്ച്വലി ഞാനത് പറയുന്നത് വെച്ചാൽ ശശി തരൂരിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ ഡീൽ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലൊരു വ്യക്തിത്വം എന്ന് കരുതുന്നു. പക്ഷേ അദ്ദേഹത്തിലൂടെ എനിക്കിപ്പം തീരെ മതിപ്പില്ല. കോൺഗ്രസ് വോട്ട് മരിക്കുന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കുമ്മനം ജയിക്കണമെന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്നതാണ്. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ നിലപാടിനോട് ഒരു തരത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല. പോസ്റ്റ് ഇട്ടത് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇല്ല, പോസ്റ്റിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. അത് സാധാരണ ജനങ്ങളെ ഒരു വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണത്. തീർച്ചയായിട്ടും അത് ശരിയല്ല. പോസ്റ്റ് കുമ്മനത്തെ ജയിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നെന്ന് കോൺഗ്രസ്സുകാർക്ക് അവരുടെ പാർട്ടിയോട് കൂറില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്കാരൻ അവനോട് പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഇനി നേതാക്കൾക്കും പറയാനുണ്ട്. BJPയുടെ പ്രകടന പത്രികയിലുള്ളത് കേട്ടുപഴകിയ വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന സീതാറാം യെച്ചൂരി. ലീഗിന് മതേതരത്വ മുഖമില്ല. മതേതരത്വത്തിൽ കോൺഗ്രസ് വെള്ളം കലർത്തുന്നുവെന്ന് ബൃന്ദ കാരാട്ട്. മുസ്ലിം ലീഗിനെതിരായ യോഗി ആദിത്യനാഥിന്റെ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മുസ്ലിം ലീഗുമായുള്ള സഖ്യം ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള കോൺഗ്രസിന്റെ മടിയാണെന്നും കോടിയേരി. പ്രതിപക്ഷ സഖ്യത്തെ തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റേതെന്ന് കാനം രാജേന്ദ്രൻ. ഇനി നേതാക്കളുടെ വാക്കുകളിലേക്ക്. We have heard similar promises made 5 years ago. We've heard saying that our farmers who are under distress, they will be stopped from committing distress suicides. But the number of suicides have increased. Agrarian distress has deepened. Our youth were promised 10 crore new jobs in the last 5 years. Instead, you have unemployment rate at the highest in the last 48 years. Likewise, promises were made to every single other section. None of them have been fulfilled. In this manifesto, whatever they have issued, it is once again a list of jumlas, things that are not going to be implemented, and there is absolutely no reference. I think it is absolutely clear that the Muslim League is not known for its secular credentials.
who is in alliance with the most fundamentalist forces? Who is having meetings with the most fundamentalist forces? It is the Muslim League. And therefore, a party which mixes religion and politics is part of its basic fundamental platform. ഈ കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ദേശീയ തലത്തിൽ യോഗി ആദിത്യനാഥ് ശക്തമായി ആക്ഷേപിച്ചപ്പോൾ നിങ്ങളുടെ വിമർശനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു വക്താവും ഇതുവരെ മുന്നോട്ട് വരാതിരുന്നത്? അപ്പോൾ മുസ്ലിം ലീഗുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇത് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ RSSന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നിലപാടിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിനെതിരായിട്ട് യോഗി ആദിത്യനാഥ് ഉയർത്തിയ വിമർശനത്തെ നേരിടാൻ പോലും കഴിയാതെ കോൺഗ്രസ് നേതൃത്വം വിറങ്ങലിച്ചു നിൽക്കുന്നൊരു കാഴ്ചയാണ് യോഗി ആദിത്യനാഥിന്റെ ഈ പ്രതികരണത്തിന് മുമ്പിൽ നാം കണ്ടത്. വളർന്നു വരുന്ന പ്രതിപക്ഷ സഖ്യത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ അതിന്റെ ഭാഗമായ കോൺഗ്രസ് തന്നെ സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. കോൺഗ്രസിന് ആരെയാണ് എതിർക്കേണ്ടത്? അവരുടെ രാഷ്ട്രീയ ദിശ ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുക. പൊട്ടിയ പട്ടം പോലെ രാഹുൽ ഗാന്ധി വന്നു വീണത് വയനാട്ടിലാണ്. BJP എതിർക്കാൻ എന്തിനാണ് വയനാട്ടിൽ വരുന്നത്? 2014 തെരഞ്ഞെടുപ്പിൽ NDAക്ക് ജാമ്യത്തുക നഷ്ടപ്പെട്ട നിയോജകമണ്ഡലമാണ് വയനാട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിലാണ് പരസ്പരം മത്സരിക്കുക. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും ഉറവിടം വെളിപ്പെടുത്താത്ത കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടികളുടെ ലാക്സ് ഓഫ് ക്രോഴ്സ് എന്ന് പറയും, ലാക്സ് ഓഫ് ക്രോഴ്സ് ഓഫ് റുപ്പീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഗുണഭോക്താക്കൾ BJP ആണ്. BJP അതിൻ്റെ മനസ്സും ശരീരവും തലച്ചോറുമെല്ലാം കോർപ്പറേറ്റ് പണത്തിന് മുമ്പിൽ അടിയറ വെച്ച പാർട്ടിയാണ്. ആ പാർട്ടി അവരുടെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗമാണ് സുതാര്യത എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ. ഒന്നാമത്തെ കക്ഷിയെ മന്ത്രിസഭയിൽ ക്ഷണിക്കും, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രീ പോൾ പാർട്ടി. അങ്ങനെ ഞങ്ങളെ വിളിക്കുന്ന അവസരത്തിൽ എണ്ണം ഭൂരിപക്ഷം തെളിയിക്കാൻ എണ്ണം തികഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളെ വളരെ എല്ലാ കക്ഷികളുടെ സഹകരണം തേടും. ഒരാളും ടച്ചബിലിറ്റി ഇല്ല. BJP ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരുടെ സഹകരണം തേടും. ഇനി സ്ഥാനാർത്ഥിക്കും പറയാനുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തിലും ഓരോ മുക്കിലും മൂലയിലും ചെന്ന് വോട്ടുകൾ ഒന്നുകൂടി ഉറപ്പാക്കാനുള്ള ഓട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും. ഒപ്പം തികഞ്ഞ ആത്മവിശ്വാസത്തിലും. സ്ഥാനാർത്ഥികളുടെ വാക്കുകളിലേക്ക്. ഒരുപാട് പ്രായം ചെന്നവരും ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അതിനർത്ഥം ഞാൻ പറഞ്ഞത് തന്നെയാണ്, ധാരാളം ആളുകൾ കൂടുതലായിട്ട് വരികയാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച് വരണം. അത് സാധാരണ ജയം പോരാ, ഉജ്ജ്വലമായ ഒരു ജയം ഉണ്ടാവണം എന്നുള്ള അതീവ താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രകടമായ തെളിവ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനക്കൂട്ടമാണ്. മഹാഭൂരിപക്ഷം ആളുകളുമായി സംസാരിക്കാനും ഇനിയും ഉള്ള ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ള പ്രചരണ പരിപാടിയിലാണ് LDF മുന്നോട്ട് പോകുന്നത്. വളരെ ആശാവഹമായ പ്രതീക്ഷയുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. ഒരു മാറ്റം തീർച്ചയായും ഈ വയനാട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ग्राउंड पे हमसे ज़्यादा मजबूत आज के डेट में कोई पार्टी नहीं है. BJP भी नहीं मजबूत हो पाएगी. और सभी एज ग्रुप के, सभी कास्ट के, सभी कम्युनिटी के और सभी जेंडर के लोग जो हैं वो हमारे साथ शामिल हैं. अगर आप भारत में सांप्रदायिकता से लड़ना चाहते हैं, हिंदू मुस्लिम की नफरत से लड़ना चाहते हैं, जो हिंदुस्तान की डाइवर्सिटी है उसकी रक्षा करेगा, और डाइवर्सिटी को बचाने के लिए डेमोक्रेसी का होना ज़रूरी.
ഇനി ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ആവേശമുയർത്തി വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചാരണം 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോക്കൽ റാലികളും ഗൃഹസന്ദർശനവുമെല്ലാം നടത്തി ഓരോ വോട്ടർമാരിലും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എത്തിച്ചാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട സഖാവ് PP സുനീറിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ 10 വർഷത്തെ വികസന തളർച്ച, കാർഷിക മേഖലയിൽ കഴിഞ്ഞ UPA NDA സർക്കാരുകൾ വരുത്തിവെച്ച ദുരിതങ്ങൾ, രാജ്യത്തെ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോന്നായി പറഞ്ഞ് വോട്ടർമാരിലേക്ക് എത്തുകയാണ് LDF പ്രവർത്തകർ. കാർഷിക ആദിവാസി മേഖലകളിലെല്ലാം സ്ഥാനാർത്ഥിക്കായി ആളുകൾ കാത്തിരിക്കുന്നു. രാജ്യം ശ്രദ്ധിക്കുന്ന മണ്ഡലത്തിൽ പോരാട്ടം ചൂടേറുന്നതിന്റെ ആവേശം എല്ലാവരിലുമുണ്ട്. സ്ഥാനാർത്ഥി PP സുനീർ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും മഹാഭൂരിപക്ഷ ആളുകളുമായി സംസാരിക്കാനും ഇനിയും ഉള്ള ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ള പ്രചരണ പരിപാടിയിലാണ് LDF മുന്നോട്ട് പോകുന്നത്. വളരെ ആശാവഹമായ പ്രതീക്ഷയുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. ഒരു മാറ്റം തീർച്ചയായും ഈ വയനാട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. രാഹുൽ ഗാന്ധി എതിർ സ്ഥാനാർത്ഥിയായതോടെ പ്രചാരണ രീതികളിൽ LDF മാറ്റം വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി 11-ന് ജില്ലയിലെത്തും. സീതാറാം യെച്ചൂരി, ദേശീയ കർഷക നേതാക്കൾ തുടങ്ങി വരും ദിവസങ്ങളിൽ വയനാട്ടിലെത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മുഖ്യ മുന്നണികളുടെ വലിയ നേതൃനിര വയനാട്ടിലെത്തും. ഇതോടെ ഇതിനകം ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലത്തിലെ മത്സരം അതിന്റെ ആവേശത്തിന്റെ പാരമ്യത്തിലെത്തും. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ ഫിറോസിനൊപ്പം അനൂപ് കയാർ. LDF സ്ഥാനാർത്ഥി PP സുനീറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള കലാജാഥയ്ക്ക് തുടക്കമായി. 14 DYFI പ്രവർത്തകരാണ് പാട്ടും നാടകവുമായി ജാഥയിൽ അണിനിരക്കുന്നത്. മുക്കത്ത് കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇത് കവികുലത്തിന്റെ പ്രതിനിധി. പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ മുതൽ കർഷക രോധനങ്ങൾ വരെ വർഗീയതയും അഴിമതിയും വിഷയമാക്കിയുള്ള ചെറുനാടകങ്ങൾ, സമകാലിക ഇന്ത്യയുടെ നേർചിത്രമൊരുക്കി നിർണായക തെരഞ്ഞെടുപ്പിലെ തീരുമാനമുറപ്പിക്കാൻ ആഹ്വാനം ചെയ്താണ് കലാജാഥ സഞ്ചരിക്കുന്നത്. DYFI പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. മുക്കത്ത് കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V വസീഫ്, ജിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2 മേഖലകളിലായി 2 ജാഥകളാണ് പര്യടനം നടത്തുന്നത്. 11-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, വയനാട്. ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച IRPC മോഡൽ കോഴിക്കോട് നടപ്പാക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പ്രചരണാർത്ഥമാണ് ഇടതുപക്ഷ യുവജന സംഘടന യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള സേവന പ്രവർത്തനം. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ആതുര സേവന രംഗത്ത് കൂടി ശ്രദ്ധേയമായ പേരാണ് P ജയരാജന്റേത്. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് IRPC കണ്ണൂർ ജില്ലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വടകര മണ്ഡലത്തിൽ കൂടി വ്യാപിപ്പിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിലും ആശുപത്രിയിലെത്തി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇവർ. വടകര മണ്ഡലം കേന്ദ്രീകരിച്ച് രൂപീകരിച്ച യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. IRPCയുടെ മാതൃക, കണ്ണൂരിന്റെ IRPCയുടെ മാതൃക ഈ വടകര മണ്ഡലത്തിലാകെ വ്യാപിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിലെ യുവജന സംഘടനകൾ തീരുമാനിച്ചത്. അതിൻ്റെ ഒരു തുടക്കമാണിത്. ഇപ്പോൾ ഇവിടെ ഈ രക്തം ദാനം ചെയ്യുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലെ യൂത്ത് ബ്രിഗേഡ് നേതൃത്വത്തിലാണ്. അവിടെയുള്ള യുവജന സംഘടനകൾ, ഇടതുപക്ഷ യുവജന സംഘടന എല്ലാവരും സംയുക്തമായി കൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. രക്തദാനം, ആശുപത്രി ശുചീകരണം, കിടപ്പിലായ രോഗികളെ പരിചരിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. ഒരു ദിവസം 30 പേരാണ് മെഡിക്കൽ കോളേജിലെത്തി രക്തം ദാനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ സമൂഹത്തിന് നന്മ പകരുന്ന പ്രവർത്തനം കാഴ്ചവെച്ച് മാതൃകയാവുകയാണ് ഇവർ. വിവിധ ആശുപത്രികളിലെത്തി സേവന പ്രവർത്തനം നടത്തുകയാണ് ഒരു കൂട്ടം യുവാക്കൾ.
കണ്ണൂരിനെ സ്വാന്തന പരിചരണ സൗഹൃദ ജില്ലയാക്കി മാറ്റിയ പി ജയരാജൻ മാതൃക വടകര മണ്ഡലത്തിലൂടെ വ്യാപിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കൊല്ലത്ത് സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിൽ പങ്കാളിയായി LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലും. ആശ്രമം ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്നും KN ബാലഗോപാൽ രാജ്യസഭാ MP ആയിരിക്കെ സ്ഥാപിച്ച ഓപ്പൺ ജിംനേഷ്യം വരെയായിരുന്നു കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. ഒളിമ്പ്യൻ അനിൽകുമാർ പ്രായം കുറഞ്ഞ ഫിഡെ മാസ്റ്റർ ജൂബിൻ ജിമ്മിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. IMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിജു ബി നെൽസൺ ആരോഗ്യ സന്ദേശം നൽകി. ആശ്രാമത്തെ യൂനിസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്ന് തുടങ്ങിയ നടത്തം അഡ്വഞ്ചർ പാർക്കിലെ ഓപ്പൺ ജിംനേഷ്യം വരെ നീണ്ടു. രാജ്യസഭാ MP ആയിരുന്നപ്പോൾ താൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങളിൽ ബാലഗോപാലിന്റെ പരിശ്രമം കണ്ടുനിന്നവരിൽ കൗതുകമുണർത്തി. ജിമ്മിലേക്ക് കുറച്ച് ഉപകരണങ്ങൾ കൂടി വരുത്തുന്നത് സംബന്ധിച്ചും വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും വാക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങളുമായി ചർച്ച. സെൽഫി എടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചുവന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥിയുടെ മടക്കം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ന് BJPയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി. പത്രികയിലുള്ളത് കേട്ടുപഴകിയ വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് സീതാറാം യെച്ചൂരി. അതല്ലേലും നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള സാർ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും കാര്യമായി എടുക്കുമോ എന്നും തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നുമാണ് അന്ന് പിള്ള സാർ പറഞ്ഞത്. അപ്പോ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമായി ഇതും കണ്ടാൽ മതി. ജയിച്ചു കഴിഞ്ഞാൽ താൻ BJPയിലേക്ക് പോകില്ലെന്നാണ് കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് തീർച്ചയായും നിലപാടല്ല, ഗതികേട് തന്നെയാണ്. ഇന്നത്തെ ജനശബ്ദം പൂർണ്ണമാകുന്നു. നമസ്കാരം.